ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Ansy കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് കുറച്ച് ഹാങ്ങിങ് ബോൾസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് യൂസ് ചെയ്തിട്ടാണ് ചട്ടി ഉണ്ടാക്കുന്നത്. ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതാ നോക്കിയാൽ അറിയാം, ഇതിന് ചുറ്റും നമുക്ക് ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലൊക്കെ നമുക്ക് ചെടി ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ അത് റെഡിയാക്കി എടുക്കാം. ഇനി പോട്ടിംഗ് മിക്സ്ചർ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മണ്ണ്, ചാണകപ്പൊടി, കൊക്കോ ബീറ്റ് ഇത് മൂന്നും ഈക്വലായിട്ട് എടുക്കാം. ഇതിൻ്റെ അത്രയും വേണ്ട, കുറച്ച് കുറവായിട്ട് മതി മണലോ അല്ലെങ്കിൽ എംസാൻഡോ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഹാങ്ങിങ് പോട്ട് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് നമ്മൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷനിൽ നമുക്ക് മണലും ചേർക്കാം. പിന്നെ എല്ലുപൊടി അതും ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് പോട്ടുകൾ ഓരോന്നായിട്ട് ഈ ഒരു പോട്ടിംഗ് മിക്സ്ചർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 പോട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോൾസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ചകിരിയുടെ നാരോ അല്ലെങ്കിൽ ഇതുപോലെ ചാക്ക്, ഇങ്ങനെ ഹോൾസുള്ള ചാക്കോ നെറ്റോ അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തും യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ചെടി ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെടി നല്ലപോലെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, മണ്ണൊക്കെ ഇതിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാനും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണിത് കേട്ടോ. അപ്പം ചെറുതായിട്ടൊരു ലെയർ മതി, ഒരുപാട് തിക്നെസ് ഒന്നായിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്കിങ്ങനെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. ഇതുപോലെ റൂബി ഗ്രാസ്, അതുപോലെ ഇതിൻ്റെ ഗ്രീൻ കളർ വെറൈറ്റി ഇല്ലേ, അതുപോലെ സ്റ്റാർ ഗ്രാസ്, അരേലിയ, പിന്നെ അരേലിയയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് വൈറ്റ് കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു അരേലിയ അല്ലേ അത്. പിന്നെ ഇങ്ങനെയുള്ള ബുഷിയായിട്ട് വളർത്താവുന്ന ചെടികളൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇതൊന്ന് വളർന്നു വരുമ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ബ്രാഞ്ചായിട്ട് വരുമ്പം ഇപ്പം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതെല്ലാം കൂടെ വളർന്നു വരുമ്പോൾ നല്ല ഒരു ബോൾ പോലെയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ നനയ്ക്കൊന്നും ചെയ്യാത്ത മണ്ണായതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോ ചെടി ഇങ്ങനെ കുത്തി വെക്കാനായിട്ട് പറ്റും. നനച്ചൊക്കെ കഴിഞ്ഞാൽ മണ്ണ് കുറച്ച് തിക്കാവുന്ന സമയത്ത് ചെറിയൊരു കമ്പെടുത്തിട്ട് നമുക്കിങ്ങനെ ഹോൾസ് ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി അതിനൊന്ന് ഇതുപോലുള്ള നൈലോൺ നൂല് കൊണ്ടൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫീലാണ് ശരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് നൈലോൺ തന്നെ വേണമെന്നില്ല, ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു നൂല് വെച്ചിട്ട് കെട്ടിയെടുത്താൽ മതി. അത് നമ്മൾ 4 സൈഡിലും ഓരോ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ നൂല് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ കെട്ടിക്കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കെട്ടുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഹാങ് ചെയ്തിടേണ്ടത് അവിടെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ നമ്മുടെ ചെടി അത്യാവശ്യം ഒന്ന് പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചില ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ വളർന്നു വരണമെന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ വളർന്നു വരുന്ന ചെടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ല ബുഷിയായിട്ട് വരണേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാടിപ്പോയ ചെടികളുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലതിൽ ബാക്കി കുറേയൊക്കെ നശിച്ചു പോയതാണ്. പിന്നെ ചെടിയുടെ അളവ് കുറവുള്ളത് ബാക്കി ഇനി കിട്ടിയിട്ട് വേണം അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ കട്ട് ചെയ്ത് ഫില്ല് ചെയ്തൊക്കെ ഒന്ന് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. അത് മിക്കവാറും ചിലതൊക്കെ ഉണങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇൻഷാല്ലാ ഇതെല്ലാം ഒന്ന് ബുഷിയായിട്ട് വളർന്ന ശേഷം ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.